ജനകീയ പ്രതിരോധ സമിതി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കരിമണൽ ഖനനം, ബ്ലൂ എക്കോണമി, മിഷൻ സമുദ്ര, മിനറൽ കോറിഡോർ എന്നീ വിഷയങ്ങളിലായിരുന്നു ശില്പശാല. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കരിമണൽ ഖനനം, ബ്ലൂ എക്കോണമി, മിഷൻ സമുദ്ര, മിനറൽ കോറിഡോർ തുടങ്ങിയ വിഷയങ്ങളിൽ കായംകുളം YMC ഹാളിൽ ശില്പശാല നടന്നത്. സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് മറൈൻ സയൻസ് വിഭാഗം വകുപ്പ് മേധാവി KV തോമസ് ഉദ്ഘാടനം ചെയ്തു. മുൻകൂട്ടി തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളും വിശകലനങ്ങളും നടത്തിയതിനു ശേഷം ആ വിഷയങ്ങൾ ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ജനകീയ പ്രതിരോധ സമിതി ഇതുവരെ പിന്തുടർന്നു പോകുന്ന ഒരു ശൈലി. മഹാനായ ജസ്റ്റിസ് VR കൃഷ്ണർ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. എടുത്തുചാടി ഒരു സമരവും ഒരു പോരാട്ടവും നമ്മൾ നടത്തിയിട്ടില്ല. വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് എന്ന് വെച്ചാൽ വേറെ ആരും പഠിക്കാത്തവണ്ണം കാര്യം പഠിച്ചിട്ടാണ് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം വിജയം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സമരം ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതും ദേശീയ മാധ്യമങ്ങൾ പോലും അത് അപ്ഹോൾഡ് ചെയ്തിട്ടുള്ളതും. ഇപ്പോഴും അതുതന്നെയാണ് സ്ഥിതി. തീരത്ത് നടക്കുന്ന ഈ അതിക്രമങ്ങൾ ബഹുഭൂരിപക്ഷ ആൾക്കും സത്യത്തെ മനസ്സിലായിട്ടില്ല. ഇത് അവിടെ കരിമണൽ ഖനനം ചെയ്യുന്നു എന്ന് മാത്രമേ അറിയാവൂ. ഇതിനകത്തുള്ള ഇൻട്രിക്കസീസ്, സങ്കീർണതകൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ അതിനെ നമുക്ക് ക്രോഡീകരിച്ച് ഒരു ബുക്കാക്കി കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിൽ ബൈബിൾ കിട്ടുന്ന പോലെ നമുക്ക് ഇത് ആധികാരികമായി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രേഖ നമ്മുടെ കയ്യിൽ വരും. അത് വെച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ജനകീയ പിന്തുണ ഈ സമരത്തിനുണ്ടാവും. കാരണം അത്ര വ്യാപകമാണ് ഇതിന്റെ അനന്തരഫലങ്ങൾ. ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന അധ്യക്ഷൻ MP മത്തായി അധ്യക്ഷത വഹിച്ചു. ഒരു വലിയ സമൂഹം അവരുടെ ആവാസ മേഖലയാണ് ഇല്ലാതെ. അതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ കരിമണൽ ഖനനം ഉണ്ടാക്കിയിട്ടുള്ള തീരശോഷണവും മറ്റു ബുദ്ധിമുട്ടും മാത്രമല്ല അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊത്തിരി പ്രശ്നം അത് ഇങ്ങനെ നടന്നു വരികയും അതിന് ഒരു അവസാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് അവർ ഏതാണ്ട് ലക്ഷക്കണക്കിന് ടണ്ണ് കപ്പാസിറ്റിയുള്ള അതിന് പ്രോസസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കമ്പനി നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാരിയാൻ പറ്റും. അപ്പോൾ അവർ ഇന്നല്ല നാളെ വാരും, ഇന്ന് നിർത്തിയാലും നാളെ വാരും. പക്ഷെ അവർക്കിപ്പോൾ ഒരു പുതിയൊരു സോഴ്സ് കിട്ടും. അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നറേറ്റീവ്സ് ഉണ്ടാക്കുക. മാഷ് പറഞ്ഞ ഇവിടെ സത്യാനന്തര കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് അതാണ് ശരിയാണെന്നുള്ള ഒരു തോന്നൽ മനുഷ്യർക്ക് ഉണ്ടാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി M ഷാജർ ഖാൻ സ്വാഗതം പറഞ്ഞു. കരിമണൽ ഖനനത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ CR നീലകണ്ഠൻ, മിഷൻ സമുദ്ര തീരത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ AJ വിജയൻ, ബ്ലൂ എക്കണോമി, മിനറൽ കോറിഡോർ എന്ന വിഷയത്തിൽ ജോസഫ് C മാത്യു എന്നിവർ വിഷയം അവതരിപ്പിച്ചു. സുരേഷ് കുമാർ തോട്ടപ്പള്ളി, B ഭദ്രൻ, പാർത്ഥസാരഥി വർമ്മ, R അർജുനൻ, ലിനി ജോൺ, B ദിലീപൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.